അമൃത വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാർബ്രോ ടൗൺ സെൻറ്റർ വീട്ടിനടുത്തുള്ളൊരു മോള അവിടെ ഷോപ്പിങ്ങിന് പോവാം. വലിയ അടാറ് ഷോപ്പിംഗ് ഒന്നുമല്ല, എനിക്കൊരു ഹെഡ്സെറ്റ് മേടിക്കണമെന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് മേടിക്കണം. അതുകൂടാണ്ട് എൻ്റെ ലിപ്സ്റ്റിക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതും എനിക്ക് മേടിക്കണം, ഒരു ക്രീമും മേടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്. ഹെഡ്സെറ്റ് എടുക്കണമെന്ന് ഉറപ്പൊന്നുമില്ല, ജസ്റ്റ് നോക്കാനായിട്ട് പോവാണ്, പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. എൻ്റെ വീഡിയോയിൽ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളൊരു മോളാണ് STC. പക്ഷെ കുറേ നാളായിട്ടോ പോയിട്ട്. ഇപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 2-3 മാസം തന്നെയായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് എടുക്കാമെന്ന് വെച്ച് എടുക്കണതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പുറത്ത് നല്ലൊരു തണുപ്പ് വെതറാട്ടോ, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വെറുതെ പോകുന്നത് കൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കാമെന്ന് വെച്ചു. അവർക്കിപ്പോൾ വെക്കേഷനാണ്, എനിക്കിപ്പോൾ വെക്കേഷനാണ്, എൻ്റെ സെമ്മ് കഴിഞ്ഞു. അപ്പോൾ അവരുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്ക് അവരെ പോയി ആദ്യം പിക്ക് ചെയ്യാം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ്, 2 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് വെച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ വെക്കേഷനാണ്, എനിക്കും വെക്കേഷനാണ്, അവർക്കും വെക്കേഷനാണ്. അപ്പോൾ എന്തായാലും ചുമ്മാ ഇരിക്കുമല്ലേ, അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോവാം. അവരവിടെ റെഡി ആയിരിക്കണേ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് STCയിലോട്ട് പോകാം. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി അവരെ പിക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഒരാൾക്ക് വയ്യാന്ന് കിട്ടത്. അപ്പോൾ പിന്നെ ഒരുത്തൻ മാത്രമേ കൂടെ വന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സിലൊക്കെ സാധാ ഒരു ക്രോപ്പ് ടോപ്പ്, ഒരു ബ്ലാക്ക് ജോഗേഴ്സും ആയിരുന്നു. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തത് പോകാനായിട്ട് ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞൊരു കടയിലോട്ടാണ്. നേരെ മോളിൻ്റെ ഓപ്പോസിറ്റാണ് ആ കടയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിൽ പോയിട്ട് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് നോക്കാനായിട്ടും പിന്നെ എൻ്റെ 2 ലിപ്സ്റ്റിക്ക് മേടിക്കാനായിട്ടുമാണ് ഞാൻ ഇറങ്ങിയത്. ഹെഡ്സെറ്റ് മേടിക്കുമെന്ന് വെച്ചാൽ മേടിക്കണം എന്നുള്ളൊരു മോട്ടീവിൽ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ ചിലപ്പോൾ മേടിക്കില്ല, ചിലപ്പോൾ മേടിക്കും. ലൈക്ക് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ മേടിക്കത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടും പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ബെസ്റ്റ് ബൈയിൽ നോക്കിയിട്ട് അത്യാവശ്യം നല്ലതാണെങ്കിൽ അവിടെ തന്നെ മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മോളിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ STCയിലോട്ട് പോകണയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ബെസ്റ്റ് ബൈയിൽ പോകാമെന്ന് വിചാരിച്ചു ഹെഡ്സെറ്റ് നോക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് STCയിലോട്ട് പോകാം. STC അടുത്ത അപ്പുറത്തെ സൈഡ് STC, ഇപ്പുറത്തെ സൈഡ് പ്ലാസയിൽ ബെസ്റ്റ് ബൈ ആണ്. നമുക്കതിന് പോയി നോക്കാം. നമ്മളപ്പോൾ ബെസ്റ്റ് ബൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ STCയിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഏതാ വേണ്ടേ. ചിലപ്പോഴേ എടുക്കത്തുള്ളൂ, പ്രൈസിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. ഫൈനലൈസ്ഡ് ഒന്നുമല്ല. പിന്നെ ജസ്റ്റ് നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങ് ഇറങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഹെഡ്സെറ്റ് എല്ലാം നോക്കുകയാണ്. ബട്ട് ഇതുവരെ അങ്ങനെ ഫിക്സ്ഡ് ഒന്നും അല്ല കേട്ടോ. മിക്കതും എടുക്കില്ല, എന്നത്തെ ദിവസം പിന്നീട് എടുക്കാനാണ് പ്ലാൻ. പിന്നെ അറിയത്തില്ല, മൊത്തത്തിൽ ഡൗട്ടായിട്ടിരിക്കുന്നതാണ്. നമ്മൾ നോക്കട്ടെ. അങ്ങനെ ബെസ്റ്റ് ബൈയിൽ കുറേ തപ്പി. പക്ഷേ എനിക്കങ്ങനെ പേഴ്സണലി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു ഡിസിഷൻ എടുത്തു. എന്നാൽ പിന്നെ മോളിൽ പോയിട്ട് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ആപ്പിളിലെ ഹെഡ്സെറ്റ് അതും കൂടെ നോക്കാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾക്ക് ശേഷം അത് യൂസ് ചെയ്യും, അല്ലാണ്ട് പെട്ടെന്ന് തന്നെ അടുത്തത് മേടിക്കില്ല. അപ്പോൾ മേടിക്കുമ്പോൾ നല്ലത് നോക്കി വേർത്ത് നോക്കി കുറച്ച് പൈസ കൂടുതലാണെങ്കിലും അത് മേടിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ പോയത്. നമ്മളപ്പോൾ ഫൈനലി STCയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി STCയിൽ കുറച്ച് പർച്ചേസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോൾ അവർ പറഞ്ഞു $900 എന്തോ ആവും ടോട്ടൽ ആഫ്റ്റർ ടാക്സ്. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇതേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ബെസ്റ്റ് ബൈയിൽ $700 എത്രയോ കിട്ടി. കുറച്ച് ഡോളർ വ്യത്യാസം ഉള്ളെങ്കിലും അത്രയും ലാഭത്തിന് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് മേടിച്ചത്. ഇതാണ് എൻ്റെ ഫൈനൽ സംഭവം. ഇനി നിങ്ങളിത് അൺബോക്സ് ചെയ്യണത് കണ്ടു. ഗൈസ്, നമ്മളപ്പോൾ ആപ്പിളിൻ്റെ എയർപോർട്സ് മാക്സ് മേടിച്ചിട്ടുണ്ട്. 700 എത്രയോ ആയി.
ടാക്സ് എല്ലാം കൂടെ കഴിഞ്ഞ് വന്ന് 600 എത്ര ടാക്സ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വരുന്ന ടോട്ടൽ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് $750 ആട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് മേടിക്കാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കുറേ നാളത്തെ യൂസിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇപ്പോൾ പോയി അടുത്ത് മേടിക്കും എന്നുള്ളൊരു മോട്ടീവിലൊന്നും അല്ല കേട്ടോ. പക്ഷേ സൂപ്പർ സംഭവമാണ്. അലുമിനിയം ബിൽട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ വേർത്ത് ആണെന്ന് വെച്ചാൽ നല്ലപോലെ വേർത്ത് അല്ല, പാട്ടൊന്നുമില്ല, ടോണായി കൊള്ളാം. നൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോളിൽ പോയി ഇനി നമുക്കുള്ളത് ലിപ്സ്റ്റിക്ക് മേടിക്കലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ഷെയ്ഡ് കുറേ ഞാൻ ഇട്ട് നോക്കി, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല, ബട്ട് ഫൈനലൈസ് ചെയ്ത ഷെയ്ഡ്സ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. പക്ഷേ ഇതെനിക്ക് എല്ലാവരുടെയും പോകുമ്പോൾ ഇടുമ്പോൾ കറക്റ്റ് ആണോന്നല്ല, അപ്പോൾ ഞാൻ ഇതും കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിത് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണത്തിന് $21 ആയിട്ടാണ് വന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഇന്നത്തോടെ കഴിഞ്ഞു. നമ്മുടെ ഹെഡ്സെറ്റും പിന്നെ ലിപ്സ്റ്റിക്കും അത് മേടിക്കലായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ക്രീമൊന്നും നമ്മൾ വല്ല മേടിക്കാൻ നിന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും പോയിട്ട്, കാരണം ഇന്ന് അത്യാവശ്യം കൂടുതൽ നന്നായിട്ട് ചിലവായതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടാണ് വന്നത്. വേറെ പരിപാടീസൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോൾ ആവാറായി. ഫോളിന് ഇതൊന്നും കുഴയില്ല, പക്ഷെ അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഡിസംബർ ആവും, വിൻ്റർ ആകാറായി. അപ്പോൾ ഈ സമ്മറിന് ഞാൻ വീണ്ടും മിസ് ചെയ്യുമല്ലോ, അടുത്ത കൊല്ലത്തിന് ഇനി വീണ്ടും വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളൊരു വിഷമം കൂടി. പിന്നെ ഫൈനലി വീട്ടിലെത്തി. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു, STCയിൽ പോയി ഹെഡ്സെറ്റ് മേടിച്ചു. സോ എക്സൈറ്റഡ് ആണ്, സോ ഹാപ്പിയാണ്. അത് കൂടാണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട് 2 എണ്ണം. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോഴത്തെ ഒരു ഷെയ്ഡാണ് ഒരെണ്ണം മേടിച്ചിരിക്കുന്നത്, ഞാൻ കാണിച്ചല്ലോ. എനിക്ക് 2 ഷെയ്ഡും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ 2 മേടിച്ചത്. എൻ്റെ ലിപ്സ്റ്റിക്കിലേക്ക് കഴിഞ്ഞു, എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് 2 മേടിച്ചത്. പിന്നെ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഫാനാണ് മറ്റേതിനെക്കാട്ടും, അപ്പം ഞാൻ അതുകൊണ്ടാണ് അതെന്നെ മേടിച്ചത്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിക്കണം, അതൊക്കെയാണ്. പിന്നെ രാത്രിയാകുമ്പോൾ ജിമ്മിൽ പോകണം, അതൊക്കെയാണ് പ്ലാൻ. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇവൻ നമ്മുടെ അടുത്തോട്ട് ഓടി വരുമ്പോഴൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഡേ ഹാപ്പി ആകും. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഞാനും ആളുകൾ ചേച്ചിയും, വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ്, ഞങ്ങൾ ഒരുമിച്ച് ചാലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വെച്ചൊരു മുട്ട ബജിയും കോളിഫ്ലവറും ചുമ്മാ വെറുതെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് വന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് ഫുള്ള് കഴിച്ചു തീർത്തു. അത് കാണിച്ചൊന്നുമില്ല കേട്ടോ. അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്നലത്തെ ദിവസം ഞാൻ വ്ളോഗായിട്ട് എടുത്തതാണ്. ഞാൻ നെക്സ്റ്റ് ആണ് വീഡിയോക്ക് എൻഡ് പറയണത്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ആപ്പിളിൻ്റെ ഹെഡ്സെറ്റ് മേടിച്ചു. ഭയങ്കര എന്താ പറയുക, ആഗ്രഹം ഉണ്ടായിരുന്നു മേടിക്കാനായിട്ട്. അതേപോലെ തന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് നല്ലപോലെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 ലിപ്സ്റ്റിക്ക് മേടിച്ചു സെഫോറയിൽ നിന്ന്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോയി. രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കി ഞാനും ചേച്ചിയും കൂടെ കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ വ്ളോഗായിട്ട് എടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതേപോലെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുമോ, അതാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടണമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.